വയനാട്ടിലെ കൊടുംകാട്ടിൽ 2100 മീറ്റർ മുകളിൽ പോയാലേ ഒരു ഹൃദയം കാണാനുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോഴാണ് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടത്. പച്ച മൂടി ഈ മഴയൊക്കെ കൊണ്ട് അങ്ങനെ പോകാനാ തോന്നുന്നത്. മഴ ആസ്വദിച്ച് കോടമഞ്ഞിനുള്ളിലൂടെ കാറ്റിന്റെ താളത്തിൽ മനസ്സും ശരീരവും തണുപ്പിക്കാൻ ഒരു യാത്ര. അപ്പൊ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 60 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ നമുക്ക് പോകാനുള്ളൂ. അപ്പം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ബൈക്ക് എടുത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. താമരശ്ശേരി ചുരം കയറാൻ പോവാണ്. അതുകൊണ്ട് തന്നെ തണുത്ത കാറ്റുണ്ടാവും. മുകളിലേക്ക് എത്തുന്ന സമയത്ത് കോടമഞ്ഞും ഉണ്ടാവും. മഴക്കാലമായതുകൊണ്ട് എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാനും പറ്റില്ല. ചുരത്തിലൂടെ വലിയ വണ്ടി വരുന്ന സമയത്ത് ഇതേപോലെ ബൈക്കൊക്കെ കൊണ്ടുവന്ന് നിർത്തിയാലേ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ആ കാണുന്നതേ നോളേജ് സിറ്റിയാണ്. അവിടുന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. അവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ഇതാ കാണുന്നില്ലേ, എന്തു ഭംഗിയാണെന്നറിയോ. എന്തായാലും ഈ ഒരു ട്രിപ്പിനിതാ ഇവൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ചുരം കയറി മുകളിൽ 9ാം വളവിൽ എത്തിയപ്പോൾ ഇതാ ഇതേപോലെ കോടമഞ്ഞാണ്. മഴക്കാലമായതുകൊണ്ട് ഇവിടെ എപ്പം വന്നാലും ഇതേപോലെ കോടമഞ്ഞുണ്ടാവും. കോടമഞ്ഞിനുള്ളിലൂടെയൊക്കെ പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡായില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു പോയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ കോടമഞ്ഞും ഭംഗിയും ഒക്കെ നിങ്ങളെ കാണിക്കാതെ എങ്ങനെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വന്നതാണ്. ഇപ്പോഴാണ് ഈ ഒരു കവാടത്തിൻ്റെ യഥാർത്ഥ ഭംഗിയിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടുന്ന് മുൻപോട്ട് വന്നപ്പോഴേക്കും സൂര്യൻ ഇതാ തല പൊക്കിയിട്ട് നോക്കുന്നുണ്ട്. മുൻപോട്ട് പോലും നോക്കാൻ പറ്റാത്ത അത്രയ്ക്കും വെളിച്ചാണ് കേട്ടോ. രാവിലെ നേരത്തെയാണ്, പിന്നെ വയനാടാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ബൈക്കിനകത്ത് പോകുന്ന സമയത്ത് അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഇതാ സൂര്യൻ ഇങ്ങനെ തല ഉയർത്തി നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വരുന്ന വെളിച്ചത്തിനൊരു ചൂടുണ്ട്. എന്തായാലും ആ വൈബെല്ലാം ആസ്വദിച്ചാണ് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്നത്. നമുക്കാദ്യം എത്തേണ്ടത് മേപ്പാടിയിലാണ്. അവിടുന്ന് വേണം ചെമ്പ്ര പീക്കിൻ്റെ എൻട്രി ടിക്കറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും പോകുന്ന സമയത്ത് തേയിലത്തോട്ടമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാണ്. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഗോൾഡൻ ലൈറ്റിലെ എല്ലാ സ്ഥലവും കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ പച്ച മൂടി നിൽക്കുന്നുണ്ടാവും. ശരിക്കും ഇപ്പോഴാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടത്. അവിടുത്തെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിലേ ഇപ്പം തന്നെ പോകണം. കുറച്ച് മുൻപോട്ട് വന്ന് നമ്മൾ മേപ്പാടിയിലെത്തി. ഇവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡിനാണ് പോകേണ്ടത്. ഇവിടെ തന്നെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. എന്തായാലും രാവിലത്തെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഹോട്ടലിൽ കയറിയ സമയത്തെ നമുക്ക് പോകാനുള്ള ചെമ്പ്ര പീക്ക് ഇത് അങ്ങേ അറ്റത്ത് കാണുന്നുണ്ട്. ചെമ്പ്ര പീക്കിൻ്റെ മുകളിലേക്ക് ഏകദേശം 2.5-3 കിലോമീറ്ററിനടുത്ത് ദൂരെ നമുക്ക് ട്രക്ക് ചെയ്തിട്ട് കയറാനുണ്ട്. അപ്പം ചായ കുടിക്കാണ്ട് പോയാലേ പണി കിട്ടും. അതുകൊണ്ട് വെള്ളപ്പവും ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും ചെമ്പ്ര പീക്കിൻ്റെ എൻട്രി ടിക്കറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാണ്. മേപ്പാടിയിൽ നിന്നും ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് ഏകദേശം 7 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് മുകളിലേക്ക് ഒരു 2-3 കിലോമീറ്റർ ദൂരം നമുക്ക് വണ്ടിയിൽ തന്നെ പോകാനും പറ്റും. അപ്പം വണ്ടി എടുത്തിട്ട് വരുന്നതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നല്ലത് കേട്ടോ. ഇവിടേക്ക് ബസ്സിനകത്ത് വരുന്ന സമയത്ത് മേപ്പാടിയിൽ വരെ മാത്രമേ നമുക്ക് ബസ് കിട്ടൂ. കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് ഒരാളെ കിട്ടി. ഏതൊരു നാട്ടിൽ പോകുന്ന സമയത്തും അവിടുത്തെ ആളുകളോട് സംസാരിക്കുന്ന സമയത്തെ നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് ലൈറ്റ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒരു ഭംഗിയില്ല. അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് എടുത്തിട്ടുള്ള ക്ലിപ്പുകളാണ് ഇപ്പം ആഡ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് കുറച്ച് മോശമാണ്. പക്ഷേ ഒരുവിധം വണ്ടികളൊക്കെ മുകളിലേക്ക് കയറിപ്പോവും.
തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. വയനാട്ടിൽ ഏതൊരു ഭാഗത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്താലും ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. കുറച്ച് മുൻപോട്ട് വന്ന് ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടേ ഒരു 2 കിലോമീറ്ററിനടുത്ത് ദൂരം മുകളിലേക്ക് പോകാനുണ്ട്. അത് നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാനും പറ്റും. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ബൈക്ക് എടുത്തിട്ട് മുകളിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ഇപ്പം മഴക്കാലമായതുകൊണ്ട് വാട്ടർഫാളും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട്. അവിടെ ഇറങ്ങാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ലെങ്കിലും ഈ റോഡിന് പോകുന്ന സമയത്ത് തേയിലത്തോട്ടവും വാട്ടർഫാളും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് മുകളിലേക്ക് പോവാം. കുറച്ച് മുൻപോട്ട് വന്നപ്പം ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഒരുവിധം എല്ലാ ആളുകളും ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മളെന്തായാലും നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടല്ലോ. ഇവിടുത്തെ മാത്രമാണ് വണ്ടി വരിക. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടത്തം തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ താഴത്തുനിന്നെടുത്ത ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കണം. നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ബോട്ടിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ. അപ്പോൾ 1101 രൂപയാണ് ടിക്കറ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരു ഗോപ്രോയും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഒരാളുടെ ടിക്കറ്റുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ടിക്കറ്റ് അവിടെ കാണിച്ച് ഇനി ഇവിടുന്ന് ഒരു ഏകദേശം 1/2 കിലോമീറ്ററിന് അടുത്ത് പോയാൽ ഒരു വാച്ചിങ് ടവർ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് വിസിറ്റിങ്ങിൻ്റെ ടൈം രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ട്. നമ്മളിപ്പം പോകുന്നത് ട്രക്കിങ്ങിനാണ്. അവിടേക്ക് രാവിലെ 7 മണി മുതൽ 12 മണി വരെ മാത്രമേ അലൗഡ് ഉള്ളൂ. അതേപോലെ തന്നെ 88 ആളുകളെ മാത്രമേ ഒരു ദിവസം ട്രക്കിങ്ങിന് അലൗഡ് ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് നല്ല ഹെവി റെയിൻ വരുന്ന സമയത്ത് ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് വരുവാണെങ്കിൽ നല്ല കാഴ്ചകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കോഫി പ്ലാന്റേഷനാണ്. ഇവിടെ താഴെ ഭാഗത്തേക്ക് ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ തേയിലത്തോട്ടം വെച്ച് പിടിപ്പിക്കാനുള്ള കാര്യങ്ങളും പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരികയായിരിക്കും നന്നാവും കേട്ടോ. ഇവിടെ വരുന്ന സമയത്ത് ശരിക്കും കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് അതിന് ശേഷം ഉള്ള ആളുകൾക്കൊന്നും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്തായാലും പോയിക്കോന്ന് പറഞ്ഞു, അങ്ങനെ ടിക്കറ്റ് തന്നതാണ്. നമ്മളിപ്പം നടന്നു പോകുന്ന ഈ ഭാഗമൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടുന്ന് മുകളിലേക്കാണ് ശരിക്കും ഫോറസ്റ്റും ട്രക്കിങ്ങും ഒക്കെ തുടങ്ങുന്നത് കേട്ടോ. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്, ട്രക്കിങ്ങും അതേപോലെ തന്നെ വിസിറ്റിങ്ങും. വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരെ മാത്രമേ വരാൻ പറ്റൂ. ഇവിടെ ഇതാ ഒരു വാച്ച് ടവർ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറാം, താഴെ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകാം. ട്രക്കിങ്ങിന് വരുന്ന സമയത്ത് ഈ ഒരു കവാടം കടന്നിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രക്കിങ് തുടങ്ങുകയാണ്. ഇനി 2.5 കിലോമീറ്റർ ദൂരം നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെ പൈതൽമലയിൽ ഒരു ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നല്ല അട്ടയുടെ കടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ അട്ടകളില്ല. ഇവിടെ മുകളിലേറ്റതാ ഇതേപോലെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ശരിക്കും ഇവിടെ നല്ല വഴുക്കായിരിക്കും. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല വഴുക്കുമായിരിക്കും. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. മുകളിലേക്ക് എത്തുന്ന സമയത്ത് എന്താ അവസ്ഥ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ ട്രക്ക് ചെയ്യുന്ന സമയത്തേ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടി പറയാൻ വേണ്ടിയിട്ടേ. ഒറ്റയ്ക്കാവുന്ന സമയത്ത് കുറച്ച് റിസ്ക്കാ. ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ മുകളിലെത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ ഉണ്ടാവും. ഇനി ചിലപ്പോൾ കൂടുതൽ സംസാരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല പോലെ കിതയ്ക്കുന്നുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഓടിപ്പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇതേപോലത്തെ കയറ്റാണ്. മുകളിലേക്ക് എത്തുന്ന സമയത്തും കയറ്റങ്ങളുണ്ട്, പക്ഷേ കാഴ്ചകൾ ഉണ്ടാവും. കോട്ട് ഇടേണ്ടി വരും മഴ പെയ്ത്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. ഇതേപോലെ 4-5 സ്ഥലങ്ങളിൽ ഇവരുണ്ടാവും. പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാസ്കിനകത്ത് വേണമെങ്കിൽ ഇവർ വെള്ളം തരും. അത് നമുക്ക് മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ കൊടുത്താലും മതി. ഇവിടുന്ന് താഴെ ഭാഗത്തെ ആ ഒരു റോഡിൻ്റെ മുകളിൽ വണ്ടികൾ നിൽക്കുന്നത് കണ്ടോ? അവിടുന്നാണ് നമ്മളിപ്പം കയറി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്.
ഇവിടുന്ന് മുകളിലേക്ക് ഇതേപോലെ മൊട്ടക്കുന്നിലൂടെയാണ് മുകളിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. നമ്മൾ നേരത്തെ കാടിനുള്ളിലൂടെ വരുന്ന സമയത്തെ നല്ല കയറ്റാണ്. ആ ഒരു കയറ്റം കയറുന്ന സമയത്ത് ശരിക്കും നല്ല പോലെ ക്ഷീണിക്കും. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്തെ ഇവിടുത്തെ കാറ്റ് തട്ടുന്ന സമയത്ത് ആ ക്ഷീണമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. സ്റ്റെപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഇങ്ങനെ പാറയുടെ മുകളിലൂടെ കയറി ഇറങ്ങി അങ്ങനെ പോകണം. ബാക്കിലേക്ക് ഉണ്ടോ മൊത്തമായിട്ട് കോട. ശരിക്കും ഈ ഒരു ട്രിപ്പേ ഇന്ന് രാവിലെ തീരുമാനിച്ച. അതുകൊണ്ട് വേറെ സംഭവങ്ങളൊന്നും എടുത്തില്ല. കോട്ടുണ്ട്, ഒരു തൊപ്പി പോലും എടുത്തില്ല. എന്തായാലും ഇവിടുന്ന് മുകളിലേക്കും കയറി പോവാണ്. കുറച്ച് ആളുകളൊക്കെ താഴെ ഭാഗത്തുകൂടെ കയറി വരുന്നത് കണ്ടോ. സെക്കൻഡുകൾ കൊണ്ടാണിതാ ഈ ഒരു കോടമഞ്ഞൊക്കെ ഓടി വന്നിട്ടുള്ളത്. നല്ല തണുപ്പാട്ടോ ഈ വെള്ളത്തിന്. ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞേ. നല്ല ഫ്രഷ് വാട്ടർ. മഴ പെയ്തുകൊണ്ട് ചെറുങ്ങനെ വഴുക്കും തുടങ്ങിയിട്ടുണ്ട്. കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് കോടമഞ്ഞൊക്കെ അങ്ങ് പോകും. ഒരു ചെറിയ കാറ്റടിച്ചാൽ തന്നെ കോടമഞ്ഞ് അങ്ങ് പോകും. ശരിക്കും കോട്ടിടാൻ മാത്രമുള്ള മഴ ഉണ്ട്, പക്ഷേ കോട്ടിടാനേ തോന്നുന്നില്ല. ഈ മഴയൊക്കെ കൊണ്ട് അങ്ങനെ പോകാനാണ് തോന്നുന്നത്. കുറച്ച് മുകളിലേക്ക് കയറാനുണ്ട് ഇനിയും. അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും അവർ നിൽക്കുന്നതിനപ്പുറത്തേക്ക് എന്തോ ഒരു കാഴ്ച കാണാനുണ്ടല്ലേ. എന്തായാലും അവിടെയൊക്കെ മൊത്തമായിട്ട് ഇങ്ങനെ കോട മൂടി നിൽക്കുകയാണ്. മഴക്കാലത്താണ് ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനും പറ്റും. കുറച്ച് മുൻപോട്ട് നടന്നാൽ ഇവിടെ ഒരു തടാകമുണ്ട്. അവിടേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ലെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഇതാ ഇങ്ങനെ ആസ്വദിക്കാം. പിന്നെ കോടമഞ്ഞൊക്കെ എവിടുന്നാണ് വരുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല. നേരെ കാണുന്ന വഴി കണ്ടോ, അതിലെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിൻ്റെ മുകളിലെത്തിയാൽ നമുക്കൊരു കാര്യം കാണാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള തടാകമാണ്. അതിൻ്റെ മുകളിലൂടെ കോടമഞ്ഞ് ഓടിപ്പോകുന്നത് കണ്ടോ. എന്തായാലും ഈ ഒരു കയറ്റവും കൂടെ കയറിയാൽ നമ്മുടെ ഹൃദയ തടാകത്തിനടുത്തേക്ക് എത്തും. ആ ഒരു ഹൃദയം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മലയും കുന്നും ഒക്കെ കയറി വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ തേടി വന്ന ഹൃദയമാണിതാ ഈ കാണുന്നത്. ഇത് ഒരാംഗിളിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ലവ് ഷേപ്പിൽ കാണാൻ പറ്റൂ. നടക്കാനും ഓടാനും ഒക്കെ ആവുന്ന പ്രായത്തിലെ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റൂ. ഇവിടേക്ക് വരാനും ഇവിടുത്തെ കാഴ്ചകളും കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത്രയും വലിയ മലയുടെ മുകളിലെ ഈ ഒരു തടാകം ഒരു കാലത്തും വറ്റാറുമില്ല. ഇവിടേക്ക് വരുന്ന എല്ലാ ആളുകളും ഈ ഒരു ഹൃദയ തടാകം കാണാൻ വരുന്നവരാണ്. മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് കോട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും മുകളിലെത്തുന്ന സമയത്തെ നല്ല മഴ പെയ്തപ്പം കോട്ടിടാതെ ഒരു രക്ഷയില്ല. സമുദ്രനിരപ്പിൽ നിന്നും 6890 അടി ഉയരത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇവിടുന്നും കുറച്ച് ദൂരം മുൻപോട്ട് നമുക്ക് നടന്നു പോകാം. ഇവിടുത്തെ അറ്റം മാത്രമേ നമുക്ക് വരാൻ പറ്റൂ. ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് കാണുന്നത് നമ്മൾ കയറി വന്നിട്ടുള്ള അതേ സൈഡ് തന്നെയാണ്. പക്ഷേ കോടമഞ്ഞൊക്കെ മാറുന്ന സമയത്തെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടുന്ന് കാണാനുണ്ട്. ഇവിടുന്ന് നോക്കിയാലേ ബാണാസുര സാഗർ ഡാമും കുറുമ്പാലക്കോട്ട മലയും കാരാപ്പുഴ ഡാമും അമ്പുകുത്തി മലയും ഒക്കെ ഇവിടുന്ന് കാണാനാകും. കാറ്റെന്ന് വെച്ചാലേ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമ്മൾ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റാണ് കേട്ടോ. അതും തണുത്ത കാറ്റ്. പിന്നെ മഴയും കൂടെ പെയ്യുന്നുണ്ട്.
ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് കാണുന്നതേ നമ്മൾ കയറി വരുന്ന സമയത്തൊരു തടാകം കണ്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡാണ്. പക്ഷേ എന്തു ഭംഗിയുണ്ടല്ലേ. കയറി വന്നിട്ടുള്ള റൂട്ടായാലും ഇവിടെ വന്നിട്ടുള്ള കാഴ്ചകളാണെങ്കിലും ഒന്നും പറഞ്ഞാലൊന്നും തീരില്ല. എന്തായാലും ഈ ഒരു ഹൃദയത്തിന് ഒരു പരാതിയുമില്ല. അത്രയ്ക്കും ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ആളുകളൊക്കെ നിൽക്കുന്ന ഭാഗത്ത് മുകളിലേക്കുള്ള മലയില്ലേ, അതാണ് ശരിക്കും ചെമ്പ്ര പീക്ക്. ആ ഒരു മലയുടെ മുകളിലേക്ക് നമുക്കിപ്പം പോകാൻ പെർമിഷനില്ല. എന്തായാലും ഇവിടുത്തെ മാത്രമാണ് ഇപ്പം ചെമ്പ്ര പീക്കിൻ്റെ ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഈ ഒരു ഹൃദയ തടാകത്തിനടുത്ത് വരെ വരാം, ഇവിടുത്തെ കാഴ്ചകൾ കാണാം, തിരിച്ചു പോവാം. നമുക്ക് ഈ ഒരു തടാകത്തിനടുത്തേക്കൊക്കെ വരാം. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ശരിക്കും ഇവിടെ കയറി എത്തിയാലേ നമുക്ക് തിരിച്ചു പോകാനേ തോന്നില്ല. അത്രയും ഭംഗിയാണ് ഇവിടെ കാണാനും. അതോടൊപ്പം ഇവിടുത്തെ കാറ്റും വൈബും ഒക്കെ ആസ്വദിച്ചാലേ ശരിക്കും നമ്മളിവിടെ നിന്നു പോകും. രാവിലെ 7 മണി മുതൽ 12 മണി വരെ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വരാൻ പറ്റൂ. മഴക്കാലത്തിന് നമുക്ക് ഒരുപാട് ട്രക്കിങ്ങിന് പോകാനുണ്ട്. മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് കാഴ്ചകൾ കാണാനുള്ള ആകാംക്ഷയിൽ നമ്മളിങ്ങനെ കയറി വരും. പക്ഷെ താഴെ ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടുക. പിന്നെ മഴയും കൂടെ പെയ്താൽ നല്ല ചളിയായിരിക്കും, അതുകൊണ്ട് തന്നെ വഴുക്കും ഉണ്ടാവും. നിങ്ങൾ വരുന്ന സമയത്ത് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മുകളിലൊക്കെ കയറിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.